ദൈവത്തിന് നന്ദി. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന വിഷയം, ദൈവത്തെ അറിഞ്ഞതിന് ശേഷം, സ്നാനമെടുത്തതിന് ശേഷം നാം പാപം ചെയ്താൽ ബൈബിൾ നമ്മെ പറയുന്ന പേരെന്ത്? അതിനെക്കുറിച്ച് ഒരു വാക്ക് ചിന്തിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ട് ഇന്ന് എടുക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗം 1 യോഹന്നാൻ എഴുതിയ ലേഖന പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യമാണ് വായിക്കുവാനായിട്ട് കർത്താവ് താല്പര്യപ്പെടുന്നത്. നാം അറിയുന്നു, അവനെ അറിയുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളൻ ആകുന്നു, സത്യം അവനിൽ ഇല്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇവിടെ പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്: യേശുവിനെ അറിയുന്നു എന്ന് പറയുകയും ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവനെ ബൈബിൾ വിളിക്കുന്ന പേരാണ് കള്ളൻ. അവനിൽ സത്യം ഒന്നും ഇല്ല എന്ന് വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കൾ വളരെയധികം ചിന്തിക്കേണ്ടുന്ന ഒരു ഭാഗം, നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുന്നവരാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്, ദൈവത്തെ വിശ്വസിക്കുന്നവരാണ് ഒക്കെ ശരിയാ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം ക്ഷമിക്കുമെന്ന ചിന്തയിൽ വീണ്ടും വീണ്ടും പലരും തെറ്റ് ചെയ്യുകയാണ്. ദൈവത്തെ അറിഞ്ഞവരും പ്രസംഗിക്കുന്നവരും ആരാധിക്കുന്നവരും ഒക്കെ വീണ്ടും തെറ്റുകളിലേക്ക് അകപ്പെട്ടു പോകുകയാണ്. പക്ഷെ വചനം പറയുന്നത് അങ്ങനെ തെറ്റ് ചെയ്യുന്നവരെ ബൈബിൾ പറയുന്ന പേരാണ് കള്ളൻ എന്ന്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ എനിക്ക് പറയാനുള്ളത്, കള്ളൻ എന്ന് വിളിക്കുവാൻ വേണ്ടിയല്ല നമ്മെ ദൈവം തെരഞ്ഞെടുത്തത്. നമ്മളെ ദൈവം തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ സ്വന്തം ജനമായിട്ട് ദൈവത്തിന്റെ ഭവനത്തിൽ വസിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ ദൈവത്തെ അറിഞ്ഞിട്ട് നിങ്ങൾ ഒരുപക്ഷെ തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു മാനസാന്തരം എടുക്കണം. ഇനി തുടർന്നുള്ള നാളുകളിൽ വിശുദ്ധീകരണത്തിൽ ജീവിക്കുവാൻ സമയങ്ങൾ വേർതിരിക്കണം. കാരണം ലോകം അവസാനിക്കാറായി. വളരെ പ്രതിസന്ധികൾ യേശു പറഞ്ഞ് ശിഷ്യന്മാരോട് പറഞ്ഞതായ യേശുവിന്റെ വരവിന് മുമ്പ് നടക്കുന്ന ലക്ഷണങ്ങൾ സകലതും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഭയാനകമാകുന്ന ഈ അനുഭവങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സകലതും മാറ്റിവെച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് കള്ളൻ എന്ന വിളിക്ക് യോഗ്യരാകുവാനല്ല, ദൈവത്തിന്റെ നീതീകരിക്കപ്പെട്ട പുത്രൻ എന്ന വിളിക്ക് യോഗ്യരായി ദൈവത്തിന്റെ സന്നിധിയിൽ സാക്ഷിയായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. തുടർന്നുള്ള നാളുകളിൽ നിങ്ങൾക്ക് നല്ല ആലോചനകൾ കർത്താവ് നൽകി തരേണ്ടതിന് എൻ്റെ ചാനലുമായി ഫോളോ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.